മലയാള സിനിമയിൽ ഏതൊക്കെ നടന്മാർക്ക് വേണ്ടിയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്? ഈ ശബ്ദം നൽകുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഞാൻ 70-75 കാലഘട്ടം എന്ന് പറയല്ലോ, ആ കാലഘട്ടത്തിലാണ് എൻ്റെ കോളേജ് ലൈഫ്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിക്ക് ആദ്യമായിട്ടൊരു മത്സരം ഉണ്ടാക്കി. അതിന് മുമ്പ് വരെ മോണോ ആക്ട് വരെ ഉള്ളു, എല്ലാം മോണോ ആക്ടിനൊക്കെ കയറിയിട്ടുള്ള. അപ്പം മിമിക്രിക്കും കൂടെ വേണം എന്നും പറഞ്ഞ് വലിയൊരു ഇത് വന്നപ്പോൾ ആ മിമിക്രിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു പാത, അതായത് മിമിക്രി എന്ന് പറയുന്നത് പണ്ടുകൊണ്ട് ആ സാധനം എന്ന് പറയുമ്പോൾ കാക്ക കരയുന്നു, കോഴി പോകുന്നു, മറ്റേ ട്രെയിൻ പോകുന്നു, അങ്ങനെയുള്ള മൃഗങ്ങളും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ശബ്ദങ്ങളാണ് കൂടുതലും എല്ലാവരും എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്ന് പുതിയൊരു രീതി സിനിമാ താരങ്ങളെ ഞാനാണ് ഇറക്കുന്നത്. അവിടെ പ്രേമനസീറിന്റെ മധുവിനെ അങ്ങനെ ശങ്കരാടി ഗോവിന്ദൻകുട്ടി വലിയൊരു താരനിരയായിട്ട് ഞാൻ അങ്ങ് കയറി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. നമ്മുടെ ഇത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കാണ് 1ാം സമ്മാനം കിട്ടുന്നത്. അതിന് അത് എനിക്ക് കേരള യൂണിവേഴ്സിറ്റി എൻ്റെ ജനകീയ പിന്തുണ കണ്ടിട്ട് കേരള യൂണിവേഴ്സിറ്റി എനിക്ക് സെനറ്റ് മെമ്പർ സ്ഥാനം ആദരിച്ചു, കലാകാരന്മാരുടെ പ്രതിനിധിയായിട്ട്. അപ്പൊ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ഇത്. അന്ന് ഇതുപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ടെലിവിഷൻ പോലും ഇല്ല. ടെലിവിഷനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇവിടെ എക്സിബിഷൻ ഹാളിലാണ് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ടെലിവിഷനൊക്കെ ഇങ്ങനെയാണ് ടെലിവിഷനൊക്കെ കാണുന്നത്. അത് കാലഘട്ടം. ആ സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് കിട്ടുന്ന PJ ആന്റണി മാസ്റ്റർ ഒരു പടത്തിൽ ലാസ്റ്റ് അഭിനയിച്ച, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അതിന്റെ പേര് ചൂള എന്നാണ്. അതിലാണ് നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ ആദ്യമായിട്ട് വരുന്നത്, പാട്ട് എടുക്കുന്നത്. സത്യൻ അന്തിക്കാടിന്റെ പാട്ടുകളുടെ വരികൾ എഴുതുന്നു. പിന്നെ ജൂബിലിയുടെ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഒരുപാട് പേര് ആദ്യമായിട്ട് വരുന്ന സംഭവം. യേശുദാസാണ്, ശശികുമാർ സാറിന് അതിന്റെ സംവിധായകൻ, ആലപ്പുഴക്കാരനായ ശശികുമാർ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്താണ്, യേശുദാസ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് രവീന്ദ്രൻ മാസ്റ്റർക്ക് അതിൽ ഇത് കൊടുക്കുന്നത്. അതെല്ലാം എനിക്ക് അവിടെ ചെന്നപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു റെക്കമെൻഡിലാണ് ചെയ്തത്. അത് ചെയ്തത് ഒരു നവരത്ന മൂവി മേക്കേഴ്സ്, മേക്കപ്പ് മാന്മാർ ഒരു 8-9 പേര് ചേർന്നിട്ട് ഒരു ചെറിയ പടം ചെയ്ത ഉണ്ടാക്കിയത്. അപ്പോൾ ആ പടം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് എല്ലാവരുടെ ഡബ്ബിങ് കഴിഞ്ഞ് ലാസ്റ്റ് PJ ആന്റണിയുടെ ഡബ്ബിങ് തീർക്കാൻ വേണ്ടി വെക്കുമ്പോഴാണ് PJ ആന്റണി ഡബ്ബിങ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം, ഒരാഴ്ച മുമ്പ് PJ ആന്റണി മരിച്ചു വരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ മരിക്കുന്നു. പിന്നെ അത് പ്രശ്നമായി. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഒരുപാട് പേര് വെച്ച് ശ്രമിച്ചു. അത് സാധാരണ ശബ്ദമല്ല. ഇപ്പം ജയൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബേസൊക്കെ ഇട്ട് ശരിയാക്കാം. ഇത് ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഒരു വിളിയും അതിൻ്റെ കൂടെ ഈ ക്യാരക്ടറിന് ത്രൂ ഔട്ട് ചുമയും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഒരു പരിവവും നമ്മൾ ചെയ്ത. ഞാനാണെങ്കിൽ ചെയ്ത് വലിയ പ്രാക്ടീസും ഇല്ല. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ സംവിധായകൻ്റെ അനുജൻ അവിടെ ഒരു കുട്ടപ്പൻ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്, ആലപ്പുഴയുള്ള. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇവർ കിടന്നിങ്ങനെ പുറകം പറയും. ഇവിടെ ഒരു പയ്യൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൈസൊക്കെ മേടിച്ച് എല്ലാ സിനിമാക്കാരുടെയും ശബ്ദങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എന്നെ ഇവിടുന്ന് കയറ്റി. മനസ്സിലായില്ല? ചെന്നൈയിൽ. ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചെന്നൈ യാത്ര എന്ന് തന്നെ പറയാതെ ശരിക്കും അപ്പൊ എനിക്കിതൊന്നും അറിയില്ല. അന്ന് തന്നെ ഉണ്ടാകുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരു കാറ് കൊണ്ടുവന്നു, എന്നെ കയറ്റുന്നു. അവിടെ നുങ്കമ്പക്കത്ത് ഒരു രാജ് ഹോട്ടൽ എന്ന് പറയും, ആ ഹോട്ടലിൽ കൊണ്ട് താമസിക്കുന്നു. ഞാനിത് ഏത് ഹോട്ടലാണെന്നാ ഏത് സ്ഥലമാണെന്നാ ഒന്നും എനിക്കറിയാൻ. ഞാൻ വൈകുന്നേരം ആയപ്പോൾ പതുക്കെ ഇറങ്ങി, റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ നേരെ സഫയർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട് ജമിനിയുടെ അന്ന്. അവിടെ പോയി ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ പടവും കണ്ടിറങ്ങിയപ്പം ഞാൻ താമസിച്ച ഹോട്ടലിന്റെ പേരോ താമസിച്ച സ്ഥലവും ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് ഓർമ്മയില്ല. അന്ന് എത്ര വയസ്സുണ്ട്? കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. എനിക്കറിയില്ല ഇതെവിടെയാണ്, ഹോട്ടൽ ഏതാണ്, സ്ഥലം ഏതാണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ആളുകളെല്ലാം പോയി കഴിഞ്ഞു. കുറെ ഓട്ടോകൾ കിടപ്പുണ്ട്. ഞാൻ ഓട്ടോ കാശ് പേര് പറയണല്ലോ. ഞാൻ പറയും ഇങ്ങനെ എനിക്കറിയില്ല, അറിയും തമിഴ് നന്നായിട്ട് അറിയില്ല. രാത്രി 1 ആറ് 2 മണി 1 മണി അങ്ങോട്ട് ആ ഓട്ടോക്കാരൻ വിളിച്ച് സർക്കേറുക ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പം അയാൾ രാത്രി ഓരോ ഹോട്ടലിൽ ചെന്ന് ഇതാണ് അല്ല എനിക്ക് കണ്ട ഒരു രൂപ വരും. അവന് അടുത്ത ഈ ഏരിയ തന്നെയാന്ന് പറയാം. അവിടെ എല്ലാ ഹോട്ടലെല്ലാം കറങ്ങി 1 മണിക്കൂറോളം കറങ്ങി ലാസ്റ്റ് കൊണ്ടെത്തി അയാൾ കാശം പിടിച്ചു പോയി. അല്ല ഞാൻ പറയാം അന്ന് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ. അത് കഴിഞ്ഞ് അവർ ശബ്ദങ്ങൾ അന്ന് ടേപ്പ് റെക്കോർഡറിൽ റെഡിയാക്കിയത് കൊണ്ട് തന്നു പഠിക്കാൻ വേണ്ടി. അപ്പം ഞാനത് വെച്ച് റൂമിൽ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അത് ചെയ്ത് അവരൊറ്റ കണ്ടീഷൻ പറഞ്ഞു, ഇതാരോടും പറയാൻ പാടില്ല, ഒറ്റ മനുഷ്യരോടും മിണ്ടരുത്. കാരണം അവർ പറയുന്ന അത് കളക്ഷനെ ബാധിക്കും, മുൻവിധി ഉണ്ടാവും, അങ്ങനെ സാധ്യതകളുണ്ട്. ഞാനത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ചെയ്യുന്നു. ആ പടം ബമ്പർ സക്സസ് ആയിരുന്നു. ആ പടം അത് ശബ്ദം ഇപ്പോഴും അതിനെപ്പറ്റി ജൂബിലി ജോയി ചരിത്രമെന്നിലൂടെ പറയുന്നുണ്ട്. വിജയമായിരുന്നു, അതാരും അറിഞ്ഞിട്ടില്ല, അലപ്യഷമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടത് പറയുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ചെയ്ത് ആ പടം സക്സസ് ആക്കി കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ജയൻ്റെ മരണം ഉണ്ടാകുന്നത്. ജയൻ്റെ മരണം വന്നപ്പോൾ ജയൻ്റെ തന്നെ കോളിളക്കമോ ആക്രമണം അറിയപ്പെടാത്ത രഹസ്യം മനുഷ്യൻ ഈ പടം എല്ലാം ഡബ്ബിങ്ങിന് കിടക്കുകയാണ്. ഡബ്ബിങ് ചെയ്തിട്ടില്ല. പിന്നെ മനുഷ്യമൃഗം മാത്രമേ ഏതാണ്ട് കുറച്ച് 1-2 സീൻ ജയൻ്റെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും അതിനേക്കാളും പ്രശ്നമാണ്. അതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണം. മനസ്സിലായില്ല? ഒന്നും ഇല്ലെങ്കിൽ മൊത്തം നമുക്കിങ്ങ് ചെയ്യാം. മനസ്സിലായില്ല? കൊള്ളൊക്കൊന്നും ഒരു ജയൻ്റെ ഒരു ചെറിയ ഒരു മുളൽ പോലും ഇല്ല. ബാക്കി എല്ലാം എൻ്റെ. അപ്പൊ അങ്ങനെയൊക്കെ ബാക്കി എല്ലാ പടവും. അപ്പൊ ഞാനത്
എന്നെ ഇവര് പറഞ്ഞ് ഇങ്ങനെ പോലെ ഒരുത്തം വന്ന് പിഴിയാനെനിക്ക് ചെയ്തുകൊണ്ട് പോയത് ഒരുത്തനുണ്ട് ഇവിടെ. അതാരും അറിഞ്ഞിട്ടില്ല, അയാളൊന്ന് വരുത്തിയാന്ന് പറയാം. അങ്ങനെയാണ് പറയുന്ന എനിക്ക് മദ്രാസിലേക്ക് വിളി വരുന്നത്. അങ്ങനെ വീണ്ടും വരും. നെവർഷേ ആദ്യം മനുഷ്യ മൃഗമാണ് വിളിക്കുന്നത്. അത് ബേബി എന്ന് പറയുന്ന സംവിധായകനാണ്. അപ്പം എനിക്കപ്പോൾ തന്നെ ഞാനപ്പം ഈ ജയന്റെ ശബ്ദം എനിക്കറിയായിരുന്നു. ജയനുമായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ബന്ധങ്ങൾ കുറച്ച് ചെറിയ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജയനെ ഞാനൊന്ന് നടനെന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതല്ല, അദ്ദേഹം കൊച്ചു വേഷങ്ങൾ, അന്ന് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരെ പോലും നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ചില വീട്ടമ്മമാര് സീരിയലിലൊക്കെ പറയുന്ന പോലെ, മറ്റേ സീരിയലിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോരുത്തരും നിശ്ചയമാണ് അന്ന് സിനിമയിൽ ഒന്ന് പോസ്റ്റ്മാനെ പോലും അറിയാം അന്ന് അഭിനയിച്ചിട്ട് പോകുന്നത്. അത്ര ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സിനിമ. പിന്നെ ഞങ്ങൾക്കെല്ലാം സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഭ്രാന്തായിരുന്നല്ലോ അന്ന് കിടക്കുക. അപ്പൊ ജയന്റെ ശ്രദ്ധിക്കുന്നത് ജയന്റെ മറ്റൊന്നും കൊണ്ടല്ല, ശബ്ദത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഗാംഭീര്യമുള്ള ശബ്ദം, നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. അപ്പം ഇത് നമ്മുടെ മദനോത്സവം എന്നൊക്കെ പടത്തില് ഈ ഡോക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് കമലഹാസനും അവരൊക്കെ അഭിനയിക്കുന്നത്. എന്നാലും ഈ ഡോക്ടറുടെ ശബ്ദം, ഇത് രക്തത്തിന്റെ ചില പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഇത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശീതാഷ്ണ രക്ത എന്താ അണുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ നല്ല ഗംഭീരത്തോടെ പറയുന്ന നല്ല ശബ്ദമല്ലോ മനസ്സിലുണ്ട്. അപ്പൊ ഈ ശബ്ദം അന്ന് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെയാണ് ജയൻ ഗാംഭീര്യത കൂട്ടി 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 അങ്ങ് സൂപ്പർ ഡൂപ്പർ താരമായി മാറുന്നു. മനുഷ്യരുടെ വലിയൊരു ഹരമായി മാറുന്നു. ആദ്യത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും ആദ്യത്തെ ആക്ഷൻ ഹീറോ, സൂപ്പർ ഹീറോ. ഇതിനപ്പുറത്ത് ഒരാൾ വന്നിട്ടില്ല, വരാനും പോകുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ എന്നോട് പറയുന്നു ഇതിങ്ങനെ ഈ ശബ്ദം എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പിന്നെ എടുക്കാന്ന് പറയും ധൈര്യമായിട്ട്. അങ്ങനെ ഞാൻ ആ സംഭവം ഇത് മനുഷ്യ അപ്പം ബാക്കിയുള്ള ജയന്റെ സിനിമ എടുത്ത നിർമ്മാതാക്കളും സംവിധായകരും എല്ലാം കാത്തിരിക്കുകയാണ് ഇതെങ്ങനെ ചെയ്ത് റിസൾട്ട് വരുന്നു. അവരും കണ്ടീഷൻ വെച്ച്, അന്നൊന്നും മീഡിയ ഒന്നുമില്ല, മിണ്ടാൻ പാടില്ല, വെളിയിൽ പറയരുത്, രഹസ്യമായിരിക്കണം. അപ്പൊ രഹസ്യമായിട്ട് അതിന് ഓരോന്ന് ചെന്ന് ആ പടത്തിൽ അതിനകത്ത് 2 ഡോക്ടർ ഡബിൾ റോളാണ് അതിനകത്ത്. അതേതാണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങ് ഈ വിചാരണയെ പോലെ വലിയ പ്രയാസമില്ലായിരുന്നു. കുതിരയ്ക്ക് റമ്മ് കൊടുക്കുന്നത് കുടിച്ചു പിറ്റാവാനല്ല കുതിച്ചു പായാനാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള നീട്ടിങ് അടുപ്പിച്ചൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ എനിക്ക് കാണാം അതിന്റെ ഡയറക്ടർ ഇരുന്ന് മറ്റേ പ്രൊഡ്യൂസർ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. സ്റ്റുഡിയോയുടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഓക്കെ എന്ന് പറയും, ഫുള്ള് ചെയ്യുന്നു. ബാക്കി എല്ലാവരും വരുന്നു, എല്ലാ പടങ്ങളും പിന്നെ എന്നെ അങ്ങ് നിലത്തിൽ നിർത്തിയിട്ടില്ല, മനസ്സിലായില്ലേ. കോളിലൊക്കെ രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങിയിട്ട് ഉച്ച 12 മണിയോടെ ഫുള്ള് തീർത്തു കൊടുത്തു. കാരണം അത്ര പ്രാക്ടീസ് ആയി പറഞ്ഞു. അപ്പൊ ഈ കോളിലൊക്കെ കാണുമ്പോൾ ജനം 1% പോലും ഇത് ജയന്റെ ശബ്ദമല്ല എന്ന് അറിഞ്ഞിട്ടില്ല. അവരിരുന്ന് കൈയടിക്കുന്നു, കാണുന്നു. കാരണം അവർ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിരുന്ന ആളുകൾ മുൻവിധിയോട് പടം കാണും. അത് വേറെ ആളുടെ ശബ്ദം, ജയന്റെ ശബ്ദം വേണ്ടായിരുന്നു മറ്റേ ഇത് അതൊന്നും വിഷയമല്ല. അവരെ അങ്ങനെ കണ്ടുപോയ കാരണം അറിഞ്ഞു. പിൻകാലത്ത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക്, കാരണം അവരുടെ അടുത്ത് കൊടുത്ത വേടായിരുന്നു ഞാൻ കൊടുത്ത ചെയ്യത്തില്ല. അത് പിന്നെ 10-30 വർഷം കഴിഞ്ഞിട്ടാണ് വെളിയിൽ വരുന്നത്. അത് ഞാൻ എന്റെ ശബ്ദമായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി, മനസ്സിലായില്ലേ. അതെനിക്കൊരു വലിയൊരു, ഞാൻ ഇത്രയും പടം ചെയ്താലും ഇത്രയും ആളുകളുടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഞാനിപ്പം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ നോക്കും, സാറ് ജയന്റെ ചെയ്ത ആളല്ലേ, ജയന്റെ ശബ്ദം കൊടുത്ത ആളല്ലേ, നമ്മുടെ ജയന്റെ ഈ ജയന്റെ എവിടെ ചെന്നാലും ഇതാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള ഇതാണ് മിമിക്രിയോ മറ്റത്തെ സിനിമയോ ഒന്നും പറയത്തില്ല, ജയന്റെ ശബ്ദം കൊടുത്ത ആളെന്ന്. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഒരു വിഭാഗത്തിൽ എന്നെ വലിയ ഇഷ്ടത്തോടെ കാണുന്നുണ്ട് അത് വെച്ച്.